കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തപ്പോൾ അത് കണ്ടിട്ട് എനിക്ക് ഇമെയിൽ അയച്ചു ഒരാള്. നേരത്തെയും ഈ ഒരു പ്രോഡക്റ്റിനെ കുറിച്ചുള്ള ഡിമാൻഡ് ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ ശ്രദ്ധിക്കാതെ പോയതാണ്. അപ്പോൾ ഈ ഇമെയിൽ കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഞാൻ വിചാരിച്ചു അതിനെക്കുറിച്ച് തന്നെ ഇന്ന് പറഞ്ഞേക്കാമെന്ന്. ഒരുപാട് ആൾക്കാർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു പ്രോഡക്റ്റാണ്. ഈ പ്രോഡക്റ്റ് നമുക്ക് നന്നായി ചെയ്ത് നമുക്ക് നമ്മളുടെ ചുറ്റളവിൽ തന്നെ അത്യാവശ്യം നമ്മുടെ ചുറ്റളവിൽ തന്നെ വിൽക്കാൻ പറ്റും. വളരെ ചെറിയൊരു പ്രോഡക്റ്റ് ആണ്, വീട്ടിൽ തന്നെ ചെയ്യാവുന്ന പ്രോഡക്റ്റ് ആണ്. 2 റോ മെറ്റീരിയൽസിന്റെ മിക്സിംഗ് മാത്രമേ ഇതിൽ ചെയ്യാനുള്ളൂ. മിക്സിംഗ്, ബോട്ടിലിംഗ്, ദാറ്റ്സ് ഓൾ. അപ്പോൾ അങ്ങനെ ഒരു ചെറിയ പ്രോഡക്റ്റിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ വീഡിയോകളിൽ സാധാരണ ചെറുകിട ബിസിനസ്സുകൾ, ചെറിയ പ്രോഡക്റ്റുകൾ ഇല്ലെങ്കിൽ മെഷീനറികളെ കുറിച്ചാണ് നമ്മൾ സാധാരണമായിട്ട് പറഞ്ഞു പോകുന്നത്. ഇന്നും അത് തന്നെയാണ്. വീഡിയോ ഇഷ്ടപ്പെടും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മളുടെ വീഡിയോകളിൽ ലൈക്കിന്റെ അഭാവമുണ്ട്, അതുകൊണ്ടാണ് എല്ലാ വീഡിയോകളിലും ഇത് പറയുന്നത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാൻ പറ്റുന്നവർ ഷെയർ ചെയ്യുക. കൂടാതെ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ പ്രോഡക്റ്റ് ലെമൺ എസൻസ് ആണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പൈനാപ്പിൾ എസൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ഇന്ന് പറയുന്നത് ലെമൺ എസൻസിനെ കുറിച്ചാണ്. ഇത് നമുക്ക് സാധാരണഗതിയിൽ ജ്യൂസ് ഷോപ്പുകൾ ഇല്ലെങ്കിൽ കേക്ക് ഷോപ്പുകളിലൊക്കെ നല്ല രീതിയിൽ വിൽക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഈ ലെമൺ എസൻസും ഒരുപാട് ഫുഡ് പ്രോഡക്റ്റുകളിൽ ഉപയോഗിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ്. അതായത് നമുക്ക് ബിരിയാണികളിൽ ഇല്ലെങ്കിൽ സലാദുകളിൽ, ഇനി അതുകൂടാതെ നമുക്ക് ഫ്രൈഡ് റൈസ്, അങ്ങനെ എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ ലെമൺ എസൻസ്. അപ്പോൾ അതിന് 2 പ്രോഡക്റ്റ് ആണ്, 2 റോ മെറ്റീരിയൽ ആണ് നമുക്ക് വേണ്ടത്. അതിവിടെ പറയുന്നുണ്ട്. കൃത്യമായിട്ട് എഴുതിയെടുക്കുക. അതിനുശേഷം ചെയ്യേണ്ട കാര്യങ്ങൾ മുമ്പോട്ട് പറയുന്നുണ്ട്. ഏറ്റവും ആദ്യം വേണ്ടത് മോണോ ഇഥൈൽ ഗ്ലിസറിൻ ആണ്. ഒരു ചെറിയ ക്വാണ്ടിറ്റിയാണ് പറയുന്നത്. പ്രൊപ്പോർഷനേറ്റ്ലി നിങ്ങൾക്ക് ക്വാണ്ടിറ്റി കൂട്ടി എടുക്കാവുന്നതാണ്. മോണോ ഇഥൈൽ ഗ്ലിസറിൻ അത് വേണ്ടത് 186 മില്ലി ആണ്. ഇനി വേണ്ടത് ലെമൺ ഓയിൽ ആണ്. അത് വേണ്ടത് 14 മില്ലി ആണ്. ഈ പ്രോഡക്റ്റ് രണ്ടും ചേർത്ത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൂട്ടി യോജിപ്പിച്ച് ബോട്ടിൽ ചെയ്യുക. അത്രയുള്ള പരിപാടി. ബോട്ടിലിംഗ് നടത്തുമ്പോൾ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ബോട്ടിൽ പല രീതിയിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിന് ചില്ല് ബോട്ടിലുകൾ ആയിരിക്കും ഏറ്റവും നല്ലത്. മാർക്കറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങളുടെ തൊട്ടടുത്തുള്ള ടൗണിൽ അന്വേഷിച്ചാൽ അത്തരത്തിലുള്ള ചെറിയ ബോട്ടിലുകൾ നിങ്ങൾക്ക് ലഭ്യമാകും. ഇനി അതല്ലെങ്കിൽ ഓൺലൈനിൽ ഇന്ത്യ മാർട്ടിലോ ട്രേഡ് ഇന്ത്യയിലോ എക്സ്പോർട്ടേഴ്സ് ഇന്ത്യയിലോ ഒക്കെ കയറി സ്മോൾ ഗ്ലാസ് ബോട്ടിൽസ് എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പ്രോഡക്റ്റ് ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ അതിന്റെ ഏജന്റുമാരുടെ നമ്പർ ലഭിക്കും. അതിലൂടെ നിങ്ങൾക്കത് വരുത്താവുന്നതാണ്. ഈ ഒരു പ്രോഡക്റ്റ് ഇൻടേക്ക് ചെയ്യുന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ട്, ഫുഡ് ഐറ്റം ആയതുകൊണ്ട് FSSAIയുടെ രജിസ്ട്രേഷൻ അല്ലെങ്കിൽ ലൈസൻസ് മസ്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് മാത്രമേ ഈ ഒരു പ്രോഡക്റ്റിലേക്ക് കടക്കാൻ പാടുള്ളൂ. ബാക്കി സാധാരണ പറയുന്നത് പോലെ തന്നെ PHCയുടെ ലൈസൻസുകൾ, ഹെൽത്ത് കാർഡുകൾ, സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റ്, ഇവയൊക്കെ നിർബന്ധമായിട്ട് നമ്മളുടെ കൂടെ കരുതിയിരിക്കുക. അടുത്ത ഒരു വീഡിയോയിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.